GST നടപ്പാക്കിയതിന് പിന്നാലെ വിലക്കയറ്റം രൂക്ഷമായതോടെയാണ് ധനമന്ത്രി തോമസ് ഐസക് നേരിട്ട് ചർച്ചയ്ക്കിറങ്ങിയത്. സംസ്ഥാനത്ത് GST നടപ്പാക്കുന്നത് 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം മന്ത്രി തള്ളിയതോടെ ചൊവ്വാഴ്ചത്തെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമിതി നേതൃത്വം വ്യക്തമാക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും 3 മാസത്തേക്ക് നിർത്തിവെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരമാധികാരം ത്യജിച്ചുകൊണ്ടുള്ള തീരുമാനമൊന്നുമില്ല. എന്നാൽ സമരത്തിനില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. GST നടപ്പാക്കിക്കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ കുറ്റമറ്റതാക്കാൻ വ്യാപാരികൾക്ക് 6 മാസത്തെ സമയം ലഭിക്കുമെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. ഒരു കാര്യത്തിൽ മാത്രമേ സർക്കാർ ശഠിക്കുന്നുള്ളൂ, MRP വിലയേക്കാൾ കൂടുതൽ വെക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണെന്ന്. GST നടപ്പാക്കുന്നതിനിടയിലുണ്ടാകുന്ന മറ്റെല്ലാ വീഴ്ചയ്ക്കും തൽക്കാലം ഇളവ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറച്ചിക്കോഴി വില നിയന്ത്രിക്കാൻ കോഴി വിൽപ്പനക്കാരുടെ സംഘടനകളായ പൗൾട്രി ഫെഡറേഷൻ, ഓൾ കേരള ചിക്കൻ മർച്ചൻസ് ഡീലേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവരുമായും തോമസ് ഐസക് ഇന്ന് ആലപ്പുഴയിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ 87 രൂപയ്ക്ക് ചിക്കൻ വിൽക്കണമെന്ന സർക്കാർ നിർദ്ദേശം ഇരു സംഘടനകളും തള്ളി. മിനിസ്റ്റർ പഴയ നിലപാടിൽ നിന്ന് താഴോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് നാളെ മുതൽ എല്ലാ കോഴിക്കടകളും അടച്ചിട്ട് സമരത്തിലേക്ക് ഏർപ്പെടുകയാണ്. CPM അനുകൂല സംഘടനയായ പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അസോസിയേഷനും സമരത്തിനുണ്ടാകും. ഇത് കേരളത്തിൽ നിന്ന് തമിഴ്നാട് ലോബിയെ ഇതിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്ന് പോലും ഞങ്ങളുടെ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ആ തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ന് ഉയർന്നു വന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ, തൃശൂർ.